ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമുക്കിന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കിയാലോ? പിന്നെ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം അല്ലേ? അതിനായിട്ട് ഇതാ നമ്മളിവിടെ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതാ അതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടാതെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സവോള, മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം കുറച്ച് വെളുത്തുള്ളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും കൂടെ നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു നുള്ള ഉപ്പ്, അതായത് സവോളയ്ക്കും നമ്മുടെ വെളുത്തുള്ളിക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതെല്ലാം കൂടെ കൂട്ടി ചെറുതനെ ഒന്ന് വഴറ്റാം, 1-2 മിനിറ്റ് കേട്ടോ. അതായത് ആ സവോളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു കുത്തൽ ചുവ ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറുന്നിടം വരെ. അപ്പോൾ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ലോ ഫ്ലെയിമിൽ. അപ്പം തന്നെ ആ ഉപ്പിട്ട് കൊടുത്തോണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കി കിട്ടും കേട്ടോ. ഇനി നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതുകൂടെ കൂട്ടി നമുക്കൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല, പകുതിയോളം കുക്കായി കിട്ടിയാൽ മതി. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ മാത്രം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു ചമ്മന്തി റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാനിവിടെ ചേർത്തില്ലായിരുന്നു, വറ്റൽമുളക് കൂടുതലിട്ട കാരണം എരിവ് കൂടുതലാവും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ അതെല്ലാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മളിവിടെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ചാറായിട്ടല്ല, തൊട്ട് കൂട്ടാൻ പരുവത്തിനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, പച്ചമണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ പൊടിച്ചതായതുകൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ കൊത്തമല്ലി ഒരു 5-6 അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും വറക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ ചുവയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പച്ച ചുവ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ സവോളയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും നമ്മളിവിടെ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ കടുക് പൊട്ടിക്കാൻ നേരത്തെ അതിലേക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇനി അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു പച്ച ചൊവയോടുകൂടി എടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് ആക്കിയതിനെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുത്താലോ. അതിനായിട്ട് ഒരു കുഞ്ഞ് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് സ്വല്പം കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും മുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ സ്വല്പം ഉള്ളിയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ അതൊന്ന് നമുക്ക് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. അതായത് ആ എണ്ണയും കറിവേപ്പിലയും മുളകിൻ്റെ എല്ലാം കൂടെ സത്ത് അതിൻ്റെ അകത്തൊന്ന് ഇറങ്ങത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് ചട്നി ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് വളരെയധികം ടേസ്റ്റിയോടുകൂടി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ടേസ്റ്റിയോട് കൂടിയതാണ് കേട്ടോ. അപ്പോൾ ദാ നമുക്കിനി ഒരു കാര്യം ചെയ്യുന്ന, ഞാനിവിടെ ഒരു എടുത്തിരിക്കുന്നത് അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദാ നമ്മൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ, ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.